ചരിത്രം വീണ്ടും ആവർത്തിച്ചു. വെടിനിർത്തലിന് പിന്നാലെ മിസൈൽ പോലെ കുതിച്ച് ഇന്ത്യൻ വിപണി. നിക്ഷേപകരുടെ പോക്കറ്റിലെത്തിയത് 12 ലക്ഷം കോടി രൂപ. പക്ഷേ വിപണിയിലുണ്ടായ നേട്ടത്തിന് കാരണം ഇന്ത്യ പാക് വെടിനിർത്തൽ മാത്രമാണോ? പരിശോധിക്കാം. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാക് ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞെങ്കിലും ഇന്ത്യൻ ഓഹരി സൂചികകൾ ശക്തമായ പ്രതിരോധമാണ് ഒരുക്കിയത്. ഇന്ത്യൻ വിപണിയിൽ വിശ്വാസമർപ്പിച്ച വിദേശ നിക്ഷേപകർ മെയ് 9 വരെ മാത്രം നിക്ഷേപിച്ചത് 14,167 കോടി രൂപയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സംഘർഷം രൂക്ഷമായതോടെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിപണി ഒരൽപ്പം താഴേക്കിറങ്ങി. 2 ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് 7 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. പക്ഷേ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. വെടിവെച്ച് നിലച്ച ആദ്യ വ്യാപാര ദിനം തന്നെ ഇന്ത്യൻ ഓഹരി സൂചികൾ പുതിയ ഉയരത്തിലേക്ക് കുതിച്ചു. മുഖ്യ ഓഹരി സൂചികയായ സെൻസെക്സ് കുതിച്ചത് 2300ഓളം പോയിന്റുകൾ. ഇരു സൂചികകളും ഇന്ന് 3% നേട്ടത്തിലാണ്. ക്ഷമയോടെ കാത്തിരുന്ന നിക്ഷേപകരുടെ സമ്പാദ്യം ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ വർദ്ധിച്ചത് 12.63 ലക്ഷം കോടി രൂപ. അയൽ രാജ്യവുമായുള്ള വെടിനിർത്തൽ തന്നെയാണ് ഇപ്പോഴത്തെ കുതിപ്പിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. കരാറിലെ വ്യവസ്ഥകൾ തുടർന്നാൽ വിപണി ഇനിയും കുതിക്കും. ഇതൊരു തിരിച്ചുവരവ് മാത്രമല്ല, ഇന്ത്യൻ വിപണിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന സന്ദേശം കൂടിയാണ്. വിപണിയിൽ ഇടിവുണ്ടായപ്പോൾ നിങ്ങളുടെ നിക്ഷേപ രീതി എങ്ങനെയായിരുന്നു? നിങ്ങൾ പരിഭ്രാന്തരായോ? ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സമീപനം എങ്ങനെയാണെന്ന് രേഖപ്പെടുത്താനും മറക്കരുത്.